ശബരിമലയെ ചുറ്റിപ്പറ്റി വീണ്ടും ഒരു കോൺട്രവേഴ്ഷ്യൽ ന്യൂസ് വന്നിരിക്കുകയാണ്. പണ്ട് ശബരിമലയിലെ യുവതി പ്രവേശനമായിരുന്നു പ്രശ്നം. അന്നത് നാഷണൽ മീഡിയയിൽ വരെ സെൻസേഷനിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ശബരിമലയിലെ സ്വർണത്തിൽ തിരിമറി സംഭവിച്ചു എന്നതാണ്. ഈ വാർത്ത നമ്മൾ പലവട്ടം കേട്ടെങ്കിലും ഇതിൽ കൃത്യമായിട്ട് എന്താ സംഭവിച്ചത് എന്നതിനെ പറ്റിയിട്ട് അധികം ആർക്കും ക്ലാരിറ്റി ഇല്ല. എപ്പോഴാണ് ഈ തിരിമറി നടന്നത്, എങ്ങനെയാണ് ഇവരത് ചെയ്തത്, ആരാണ് ഇതിന്റെ ഉത്തരവാദി, എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വന്നത്, ഇതിന്റെ പിന്നിൽ ദേവസ്വം ബോർഡിന്റെ റോൾ എന്താ തുടങ്ങി ഈ വിഷയം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന തീർത്ഥയാത്രകളിൽ ഒന്നാണ് ശബരിമല തീർത്ഥയാത്ര. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം ഓരോ വർഷവും 1.5 കോടി ഭക്തന്മാരാണ് ശബരിമലയിൽ എത്തുന്നത്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിൽ മാത്രം ശബരിമലയുടെ വരുമാനം 440 കോടി രൂപയായിരുന്നു. കണക്കുകൾ പ്രകാരം ഓരോ വർഷവും 15 കിലോളം സ്വർണം കാണിക്കായിട്ട് മാത്രം ശബരിമലയിൽ കിട്ടുന്നുണ്ട്. ഇതിന് പുറമെയാണ് ബിസിനസ് ഗ്രൂപ്പുകളും ഇൻഡിവിജ്വൽസും ഒക്കെ ഓരോന്ന് സ്പോൺസർ ചെയ്യുന്നതും. അങ്ങനെയാണ് 1998 കിങ്ഫിഷർ ബ്രാൻഡിന്റെ ഓണറായിരുന്ന വിജയ് മല്യ ശബരിമലയിലെ പ്രധാന ഭാഗങ്ങൾ ശ്രീകോവിലും ശ്രീകോവിലിന്റെ മേൽക്കൂരയൊക്കെ സ്വർണം പൂശാൻ തീരുമാനിച്ചത്. The Sabarimala temple in Kerala, the entire gold roof was donated by me. നമ്മൾ സാധാരണ പറയുമ്പോൾ സ്വർണം പൂശി അഥവാ ഗോൾഡ് പ്ലേറ്റ് ചെയ്തു എന്ന് പറയെങ്കിലും ശരിക്കും അവിടെ നടന്ന പ്രോസസ്സ് ഗോൾഡ് ക്ലാഡിംഗ് ആണ്. ശബരിമലയിൽ നടന്ന തട്ടിപ്പ് മനസ്സിലാക്കാൻ ഈ ഗോൾഡ് പ്ലേറ്റിങ്ങും ഗോൾഡ് ക്ലാഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഒരു കോപ്പർ പ്ലേറ്റ് എടുത്ത് അതിന്റെ മുകളിൽ ചെറിയൊരു ലെയർ ഗോൾഡ് വരുത്തുന്ന പ്രോസസ്സാണ് ഗോൾഡ് പ്ലേറ്റിംഗ് അഥവാ പൂശൽ. ഏറ്റവും ബെസ്റ്റ് രീതിയിലുള്ള ഗോൾഡ് പ്ലേറ്റിങ്ങിൽ പോലും ഈ ഗോൾഡ് ലെയറിന്റെ തിക്നെസ് നമ്മുടെ ഒരു മുടിയുടെ തിക്നെസ്സിനേക്കാളും കുറവാണ്. അത്രയും ചെറിയൊരു ലെയർ ഗോൾഡ് മാത്രം വരുന്നതുകൊണ്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ വളരെ കുറച്ച് സ്വർണം മതി, പ്രോസസ്സ് ചീപ്പുമാണ്. പക്ഷേ ഗോൾഡ് ക്ലാഡിങ്ങിന്റെ കേസിൽ ഈ കോപ്പർ പ്ലേറ്റിന്റെ മുകളിൽ പല ഷീറ്റ് ഗോൾഡ് കെമിക്കലി ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ശബരിമലയിൽ ഇങ്ങനെ ഗോൾഡ് ക്ലാഡിങ് ചെയ്തപ്പോൾ 7 ഷീറ്റ് ഗോൾഡ് ഫോയിൽ ഓരോ കോപ്പർ പ്ലേറ്റിന് മുകളിലും ഫിക്സ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പല വാർത്തകളിലും ദേവസ്വം ബോർഡിന്റെ തന്നെ റെപ്രസെന്റേറ്റീവ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ഇതെല്ലാം സ്വർണം പൂശിയ ചെമ്പുപാളികളാണെന്ന് കാണുന്നുണ്ടെങ്കിലും ഇൻഫാക്ട് ഇതെല്ലാം സ്വർണം പതിപ്പിച്ച, അതായത് ഗോൾഡ് ക്ലാഡഡ് കോപ്പർ പ്ലേറ്റ്സ് ആണ്. ഇത് വേരിഫൈ ചെയ്യുന്നതാണ് ഈ സ്കാം പുറത്തു വന്നതിന് ശേഷം അന്ന് ഈ വർക്ക് നടക്കുന്ന സമയത്ത് അതിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി വിജയ് മല്യ ഏൽപ്പിച്ച എക്സ്പേർട്ടിന്റെ ഒപ്പീനിയനും അതുപോലെ ഈ വർക്ക് അന്ന് ചെയ്ത തട്ടാമാരുടെ ഗ്രാൻഡ് സണ്ണും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങൾ. അത് പൊലിയുകയാണോ അതോ പൂശുകയായിരുന്നു ചെയ്തത്? പൊതുകയാണ്. അത് ഗോൾഡ് ഫോയിലിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. സ്വർണത്തിനെ നമ്മൾ 300 മില്ലിഗ്രാം സ്വർണം ഒരു 10 സെന്റിമീറ്റർ സ്ക്വയർ ഷീറ്റായിട്ട് 20 മൈക്രോൺ കനത്തിലേക്ക് ആക്കുന്നു. ഇങ്ങനത്തെ 9 ഷീറ്റ് വെക്കുമ്പോഴത്തേക്ക് 1 സ്ക്വയർ ഫീറ്റ് കവറാകും. മാത്രമല്ല 30 കിലോളം സ്വർണ്ണമാണ് അന്ന് വിജയ് മല്യ ശബരിമലയിലേക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തത്. അതിൽ നിന്ന് 1 ഗ്രാം സ്വർണം പോലും അദ്ദേഹം തിരിച്ചു മേടിച്ചിട്ടില്ല. സോ സ്വർണം പൂശാനാണെങ്കിൽ ഇത്രയും ഗോൾഡിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്ലാരിറ്റിയോടെ പറയാൻ പറ്റും അന്ന് അവിടെ നടന്നത് ഗോൾഡ് ക്ലാഡിംഗ് ആണ്. അന്ന് ശബരിമലയിലെ ഗോൾഡ് ക്ലാഡിങ്ങിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ശ്രീകോവിലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 ദ്വാരപാലക ശില്പങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഗോൾഡൻ കളറായി. ഈ ശില്പങ്ങൾ മാത്രം കറുത്ത കല്ലുകൊണ്ട് ഉണ്ടാക്കിയ രീതിയിലും. ഇതൊരു അഭംഗിയായിട്ട് തോന്നിയതുകൊണ്ട് വിജയ് മല്യ വീണ്ടും ഈ ശില്പങ്ങൾ ഗോൾഡ് ക്ലാഡ് ചെയ്യാൻ 100 പവൻ സ്വർണം കൂടി നൽകി. ഈ 100 പവനും പിന്നെ ആദ്യം നൽകിയതിൽ ബാക്കി വന്ന സ്വർണം യൂസ് ചെയ്ത് മൊത്തം 1.5 കിലോ സ്വർണം ഉപയോഗിച്ചിട്ടാണ് ദ്വാരപാലക ശില്പങ്ങൾ അന്ന് ഗോൾഡ് ക്ലാഡ് ചെയ്തത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് ഈ വർക്കെല്ലാം നടന്നത് ശബരിമലയിൽ വച്ച് തന്നെയായിരുന്നു. അങ്ങനെ 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന് നിറം മങ്ങിയെന്നും അത് പഴയ പോലെ ആക്കി തരാൻ സ്പോൺസർ ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു വ്യക്തി രംഗത്ത് വരുന്നു. പക്ഷെ ഇപ്പോൾ ന്യൂസ് ചാനൽസ് പുറത്തുവിടുന്ന അവരുടെ ആർക്കൈവ്സിലെ ഫോട്ടോ പ്രകാരം 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഗോൾഡിന് യാതൊരുവിധ മങ്ങലും ഏറ്റിട്ടില്ല. നമ്മൾ നേരത്തെ പ്ലേറ്റിങ്ങിന്റെയും ക്ലാഡിങ്ങിന്റെയും ഡിഫറൻസ് ഡിസ്കസ് ചെയ്തില്ലേ? ഇവിടെ ക്ലാഡിങ് ചെയ്തുകൊണ്ട് തന്നെ ഗോൾഡിന്റെ തിക്നെസ് കൂടുതലാണ്. അതുകൊണ്ട് 2019 മങ്ങലേക്കാൻ യാതൊരു സാധ്യതയില്ല. ഇനി അഥവാ മങ്ങലേറ്റാൽ പോലും അന്ന് ചെയ്ത വർക്കിന് 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റിപ്പയർ വർക്ക്സ് ചെയ്യേണ്ടത് അന്ന് ആ വർക്ക് ചെയ്ത JNR ജുവല്ലേഴ്സ് ആണ്. ശരിക്കും ടെക്നിക്കലി ഇങ്ങനെ മങ്ങല് സംഭവിക്കുകയാണെങ്കിൽ അത് സംഭവിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് വെയിലും മഴയൊക്കെ ഏറ്റു കിടക്കുന്ന ശ്രീകോവിലിന്റെ മേൽക്കൂരയും സ്ഥിരമായിട്ട് ആളുകൾ ചവിട്ടുന്ന ശ്രീകോവിലേക്കുള്ള ചവിട്ടുപടിയിലൊക്കെ അല്ലേ. പക്ഷെ എന്നിട്ടും എങ്ങനെയൊക്കെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല, ശ്രീകോവിലിന്റെ ഡോറ് റിപ്പയർ ചെയ്യാനുള്ള പെർമിഷനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഐറ്റംസ് കൈമാറുന്നതിന് മുമ്പ് സന്നിധാനത്ത് വെച്ച് ഇതിലെ ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള കോപ്പർ പ്ലേറ്റ്സ് ഊരി മെഷർ ചെയ്തപ്പോൾ അതിന്റെ വെയിറ്റ് 42.8 കിലോ ആയിരുന്നു. ഇത് അന്ന് സന്നിധാനത്തെ മെഹസറിൽ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ഈ ഐറ്റംസ് വർക്കിന് വേണ്ടി കൊണ്ടുപോയത് ചെന്നൈയിലേക്കാണ്.
ഒരു കാര്യം ആലോചിക്കണം, ആദ്യം 1998 ഒറിജിനലി ഈ പണി മുഴുവൻ ചെയ്തത് സന്നിധാനത്ത് വെച്ച് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ റിപ്പയറിന് വേണ്ടിയിട്ട് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. മാത്രമല്ല ഈ ഐറ്റംസ് ചെന്നൈയിൽ എത്തിയത് 39 ദിവസത്തിന് ശേഷമാണ്. ഇത് വർക്ക് സൈറ്റിൽ എത്തിയ സമയത്ത് വെയിറ്റ് പിന്നെ നോക്കിയപ്പോൾ 4.5 കിലോഗ്രാം കുറവായിരുന്നു. ഇവിടെ ദുരൂഹത എന്താണെന്ന് വെച്ചാൽ ഈ വെയിറ്റ് കുറവ് അന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടെങ്കിലും ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല, ഒരു അന്വേഷണം ഉണ്ടായില്ല. ലാസ്റ്റ് 2019 സെപ്റ്റംബർ 11 ഈ ഐറ്റംസ് ഒക്കെ തിരിച്ച് ദേവസ്വം ബോർഡിന് കിട്ടുകയും ഇതെല്ലാം വീണ്ടും ശബരിമലയിൽ ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഉണ്ടായിരിക്കുന്ന ആരോപണം അങ്ങോട്ട് പോയത് ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള കോപ്പർ പ്ലേറ്റ്സും തിരിച്ച് ഇങ്ങോട്ട് വന്നത് ഗോൾഡ് പൂശിയ കോപ്പർ പ്ലേറ്റ്സും ആണെന്നാണ്. ഇതായിരിക്കാം ഈ വെയിറ്റ് ഡിഫറൻസിന്റെ കാരണം. മാത്രമല്ല അങ്ങോട്ട് പോയ കോപ്പർ പ്ലേറ്റ്സിൽ നിന്ന് ഓൾറെഡി ക്ലാഡഡ് ആയിട്ടുള്ള ഗോൾഡ് റിമൂവ് ചെയ്ത് അതിന്റെ മുകളിൽ വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്തെന്നത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഐറ്റംസ് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അഥവാ പുതിയ കോപ്പർ പ്ലേറ്റ്സ് ആയിരിക്കാം തിരിച്ചിങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ റിപ്പയർ വർക്കിന് വേണ്ടി ഊരിക്കൊണ്ടുപോയ ഡോറിന്റെ കേസ് നോക്കിയാൽ മെറ്റൽ കവേർഡ് ആയിട്ടുള്ള വുഡൻ ഡോറാണിത്. ഈ അകത്തുള്ള വുഡൻ ഡോറിന് ഡാമേജ് സംഭവിച്ചു എന്ന് പറഞ്ഞ് പുതിയ വുഡൻ ഡോറാണ് വീണ്ടും മെറ്റൽ കവർ ചെയ്ത് തിരിച്ചിങ്ങോട്ട് വന്നത്. അതായത് ഈ ഒറിജിനൽ വുഡൻ ഡോർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അതിപ്പോഴും മിസ്സിംഗ് ആണ്. ഈ വുഡൻ ഡോറിനും അതുപോലെ തന്നെ ശബരിമലയിലെ ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള കോപ്പർ പ്ലേറ്റ്സിനൊക്കെ അതിന്റെ ഒറിജിനൽ വാല്യൂവിനേക്കാളും ഇത്രയും നാളും ശബരിമലയുടെ ഭാഗമായിരുന്നുകൊണ്ട് ഒരു ഡിവൈൻ വാല്യൂ ഉണ്ട്. ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ 10 മടങ്ങ് വില കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഐറ്റംസ് ഒക്കെ ഏതെങ്കിലും പ്രൈവറ്റ് വ്യക്തിക്ക് മറച്ചു നൽകിയോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലേക്ക് അയച്ചൊരു ഇമെയിലിൽ ചോദിക്കുന്നത്, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്വർണം ബാക്കിയുണ്ട്, അതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്നാണ്. ഒരു ഗോൾഡിന്റെ ഐറ്റത്തിൽ റിപ്പയർ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സ്വർണത്തിന്റെ ആവശ്യമില്ല വരാം, സ്വർണം ബാക്കി വരുന്നത് എങ്ങനെയാണ്? ഇനി അഥവാ സ്വർണം ആവശ്യമില്ലെങ്കിൽ അവിടെ സ്പോൺസറുടെ റോൾ എന്താ? കുറച്ച് പണിക്കാരെ വെച്ച് ദേവസ്വം ബോർഡിന് തന്നെ ആ വർക്ക് ചെയ്തൂടെ? ഇനി അതോ ഈ പണിക്കാർക്കൊന്നും ജോലിക്കൂലി കൊടുക്കാനുള്ള വരുമാനം ദേവസ്വം ബോർഡിന് ഇല്ലേ? ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ട് പോലും ദേവസ്വം ബോർഡിലിരിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ഡൗട്ടും തോന്നിയില്ല, ഒരു ആക്ഷനും എടുത്തില്ലെങ്കിൽ ഒന്നുകിൽ അവരെല്ലാവരും പൊട്ടന്മാരായിരിക്കും, അല്ലെങ്കിൽ ഈ തിരിമറിയിൽ അവർക്കും പങ്കുണ്ടാവും. 2019 നടന്ന ഈ തിരിമറി ഇപ്പൊ പുറത്തു വരാനുള്ള കാരണം വീണ്ടും ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ ഇപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വരികയും ഇത്തവണ പക്ഷെ കോടതി അതിൽ ഇടപെടുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ്. റീസെന്റ് ഈ തിരിമറിയെ പറ്റി അന്വേഷിച്ച് ദേവസ്വം വിജിലൻസ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു. ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് അവർ ഈ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മുരാരി ബാബു ഈ ഐറ്റംസ് ഒക്കെ റിപ്പയർ ചെയ്യുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ വേണ്ടി ദേവസ്വം ബോർഡിലേക്ക് ഒരു ശുപാർശ കത്ത് എഴുതിയിരുന്നു. ഈ കത്തില് ഈ ഐറ്റംസ് ഒക്കെ ഗോൾഡ് ക്ലാഡഡ് കോപ്പർ പ്ലേറ്റ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്ന് മാത്രമാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ സമയത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ട മേസറിൽ കാണിച്ചിരിക്കുന്നതും ഇതെല്ലാം ചെമ്പായിട്ടാണ്. മാത്രമല്ല ഈ കൈമാറ്റം നടക്കുന്ന സമയത്ത് സാക്ഷിയായിട്ട് കാണിച്ചിരിക്കുന്ന പല ആളുകളും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഐറ്റംസ് ഒക്കെ സന്നിധാനത്ത് വെച്ച് ഊരുന്ന സമയത്ത് ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ഈ ഐറ്റംസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതായിട്ട് കാണിച്ചിരിക്കുന്ന മേസറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ആണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത് തിരുവാഭരണ കമ്മീഷണർക്കാണ്. കാരണം ഈ മെറ്റീരിയൽസ് വർക്ക് സൈറ്റിൽ എത്തിയ സമയത്ത് വെയിറ്റ് നോക്കിയപ്പോൾ 4.5 കിലോഗ്രാം കുറവായിരുന്നിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യോ ഇതിന് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തില്ല. മാത്രമല്ല വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ ഐറ്റംസ് വർക്ക് സൈറ്റിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തിക്കുന്നതിന്റെ ഇടയിൽ പല പ്രൈവറ്റ് സ്ഥലങ്ങളിലും ഇൻക്ലൂഡിംഗ് സിനിമാ നടൻ ജയറാമിന്റെ വീട്ടിലൊക്കെ വെച്ച് പൂജ ചെയ്തതും വീഴ്ചയാണ്. മാത്രമല്ല ഈ പ്രൈവറ്റ് പൂജയൊക്കെ കഴിഞ്ഞ് ഈ മെറ്റീരിയൽസ് തിരിച്ച് ശബരിമലയിൽ എത്തിയ സമയത്ത് അത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ വെയിറ്റ് ഒന്നും തന്നെ ഈ ഓഫീസേഴ്സ് മെഷർ ചെയ്തില്ല. അതായത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഈ ഓഫീസേഴ്സിൽ ആരും തന്നെ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തില്ല. മൊത്തത്തിൽ ഉഡായിപ്പ് നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പേരിൽ ഇത് ആദ്യമായിട്ടല്ല അഴിമതിയുടെ കണക്കുകൾ പുറത്തു വരുന്നത്. 2022 4 കോടിയുടെ ഒരു മെയിൻ്റെനൻസ് റിപ്പയർ സ്കാം പുറത്തു വന്നിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ശബരിമലയിൽ VIP-കളുടെ ഫുഡ് എന്ന പേരിൽ ഫേക്ക് ഫുഡ് ബിൽസ് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിരുന്നു. ആ സമയത്ത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ പോസ്റ്റ് വേക്കന്റ് ആയി കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പേരിൽ ഫേക്ക് ബില്ല് ഉണ്ടാക്കിയാണ് ഈ അഴിമതി നടത്തിയത്. നിലയ്ക്കലില് ദേവസ്വം ബോർഡ് നടത്തുന്ന പെട്രോൾ പമ്പിൽ 40 ലക്ഷം രൂപയുടെ തിരിമറിയാണ് കണ്ടെത്തിയത്. കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ദേവസ്വം ബോർഡിന്റെ പല ബാങ്ക് അക്കൗണ്ടുകളുടെ കണക്കുകളിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. 2018 ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചാരിറ്റിക്കും അനാഥാലയങ്ങൾക്കും വേണ്ടി കൊടുത്ത 25 ലക്ഷം രൂപയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഫയൽ മിസ്സിംഗ് ആയി. ആ ഫയൽ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ആരൊക്കെ ആ പൈസ അടിച്ചു മാറ്റിയാവോ ദൈവത്തിനറിയാം. ദൈവത്തിന് പോലും അറിയണ്ടാവില്ല. കാരണം ദൈവത്തിന് വരെ പറ്റിക്കാൻ കഴിവുള്ളവരാണ് ഇപ്പൊ ദേവസ്വം ബോർഡിലുള്ളത്.
വെറുതെ ഗൂഗിളിൽ ദേവസ്വം ബോർഡ് കറപ്ഷൻ അടിച്ച എത്ര കറപ്ഷൻ കേസുകളാണ് കാണുന്നത്. ഈ ദേവസ്വം ബോർഡിലെ കറപ്ഷൻ ഒരു രക്ഷയില്ലാതായപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അതിനെപ്പറ്റി ദേവസ്വത്തിന്റെ അന്നത്തെ വിജിലൻസ് കമ്മീഷണറായിരുന്ന ഗോപാൽകൃഷ്ണ IPS പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഗോപാലകൃഷ്ണൻ നിങ്ങൾ പോകരുത്, നമുക്കിവിടെ എല്ലാം ശരിയാക്കി എടുക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, സാറിന് ദേവസ്വം ബോർഡിനെ പറ്റി ഒന്നും മനസ്സിലായിട്ടില്ല, ഇവിടെ ഒന്നും ശരിയാക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഉയരം കൊണ്ട് ഞാൻ തിരിച്ച് പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്, ഞാൻ ഇല്ല. അത്രയ്ക്ക് നശിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ദൈവങ്ങൾ വിചാരിച്ചിട്ട് നന്നാക്കാൻ പറ്റുന്നില്ല, പിന്നെയാണോ മന്ത്രി IPS ഒക്കെ. ദേവസ്വം ബോർഡിന്റെ ഈ ജീർണതയ്ക്ക് പിന്നിലെ കാരണങ്ങൾ നോക്കിയാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. മെമ്പേഴ്സ് മുതൽ പ്രസിഡന്റ് വരെ എല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആയിരിക്കും. നിയമപ്രകാരം ഹിന്ദു മതത്തിൽപ്പെട്ട ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ദേവസ്വം ബോർഡിന്റെ മെമ്പറോ പ്രസിഡന്റോ ഒക്കെ ആകാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഐഡിയോളജിക്കലി ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടിപ്പെട്ട ആളുകൾ പോലും ദേവസ്വം ബോർഡിന്റെ മെമ്പർ ആവാൻ വേണ്ടി കുറച്ച് വർഷത്തേക്ക് ദൈവവിശ്വാസികളായിട്ട് മാറും. രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും ദേവസ്വം ബോർഡിലെ മെമ്പറായ ഇവർക്ക് ആജീവനാന്തം എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടും. ഈ ആക്റ്റീവായിട്ടുള്ള ഓൾറെഡി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന രാഷ്ട്രീയക്കാരെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിലെ മെമ്പേഴ്സ് ആക്കുന്നത് കോടതി വിലക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും രാഷ്ട്രീയക്കാരെ കൊണ്ടിരുത്താനുള്ള ഒരു വെള്ളയാനയായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ദേവസ്വം ബോർഡിനെയൊക്കെ കാണുന്നത്. ഇത്രയും കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ മാനേജ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ബേസിക് ഇൻവെന്ററി മാനേജ്മെന്റ് പോലും ദേവസ്വം ബോർഡിന്റെ പല അമ്പലങ്ങളിലും ഇല്ല. ഇതൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് ഡിജിറ്റൽ റെക്കോർഡ്സ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഒരു പരിധി വരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്താൽ പിന്നെ ഈ ഉടായ്പൊന്നും നടക്കില്ല. എൻഡ് ടു എൻഡ് കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ തിരിമറിയൊക്കെ നിർത്താൻ പറ്റുമെന്ന് കോടതി പോലും പലവട്ടം പരാമർശിച്ചിട്ടുണ്ട്. ഇനി ദേവസ്വം വിജിലൻസിന്റെ കേസ് നോക്കിയാൽ വിജിലൻസ് എന്ന് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും. ഒരു IPS ഓഫീസറൊക്കെയാണ് അതിന്റെ ഹെഡ്. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ അതിന് യാതൊരുവിധ പവറും ഇല്ല. ദേവസ്വം വിജിലൻസ് എന്തെങ്കിലും അഴിമതി കണ്ടെത്തിയാൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ദേവസ്വം പ്രസിഡന്റിനോടാണ്. അല്ലാതെ ആക്ഷൻ എടുക്കാനുള്ള അധികാരം അവർക്കില്ല. ഈ ദേവസ്വം പ്രസിഡന്റാണ് പിന്നീട് കേസ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഒരു പവറും ഇല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന ഈ സ്കാം ദേവസ്വത്തിൽ നടക്കുന്ന മറ്റ് അഴിമതികൾ പോലെയല്ല. നിലയ്ക്കലിലെ പമ്പിലെ തിരിമറിയോ അല്ലെങ്കിൽ ഫേക്കായിട്ട് ഫുഡ് ബില്ല് ഉണ്ടാക്കിയ പോലെ അല്ല ഇത്. കാരണം ശ്രീകോവിലിലെ ഒരു ഭാഗം തന്നെയാണ് ഇവർ മറച്ചു വിറ്റത്. അതും ഓഫീസേഴ്സ് ഇത്ര അധികം വീഴ്ച വരുത്തിയത് കൊണ്ട് തന്നെ ഈ സ്കാമിൽ അവരുടെ റോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഗവൺമെന്റും ദേവസ്വം ബോർഡും ഒരുപാട് ഉത്തരങ്ങൾ നൽകാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 2019 നടന്ന ഈ സ്കാം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇത്രയും നാളായിട്ടും പിടിച്ചില്ല? ഈ ഒരു സ്കാം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ, അതോ മൊത്തം അമ്പലം അവർ വിഴുങ്ങിയോ? ശബരിമലയിൽ മൊത്തം എത്ര കോടിയുടെ സ്വത്തുണ്ട്? അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് നടത്തി ആ വിവരം ജനങ്ങളെ അറിയിക്കണം. ഏതായാലും കോടതി ഇടപെട്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചതുകൊണ്ട് കുറെ കാര്യങ്ങൾ കൂടി പുറത്തു വരുമെന്നും ദേവസ്വം ബോർഡിന്റെ ഉള്ളിലുള്ള കുറെ പുഴുക്കുത്തുകളെ എടുത്ത് പുറത്തു കളയാൻ പറ്റുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.